സജി മഞ്ഞക്കടമ്പൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. TMC ശ്രീ സജി മഞ്ഞക്കടമ്പിൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളുടെ പാർട്ടി TMC UDF-ലേക്ക് അടുക്കുന്നു എന്ന തോന്നൽ ഉളവാക്കിയതാണ്. അവിടെ സാധ്യതയായി കണ്ടത് തിരുവമ്പാടി സീറ്റാണ്. കാരണം തിരുവമ്പാടി സീറ്റിൽ PV അൻവറിനെ മത്സരിപ്പിക്കുക അതിൻ്റെ ഒരു സാധ്യത തേടലൊക്കെയാണ്. പക്ഷേ തിരുവമ്പാടിക്ക് പിന്നിൽ തിരുവമ്പാടി ലീഗ് വിട്ടു നൽകാൻ ആലോചിക്കുന്നു. അവിടെ കോൺഗ്രസിന് ആ സീറ്റ് എടുത്ത് VS ജോയിക്കോ അതല്ലെങ്കിൽ കേരള കോൺഗ്രസിലെ ജോസ് കെ മാണി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് നൽകുകയോ, ഈ തരത്തിലേക്കാണ് ആലോചന നടക്കുന്നത്. അങ്ങനെയെങ്കിൽ UDF-ലേക്ക് എത്താൻ ശ്രമിക്കുന്ന നിങ്ങൾക്കൊരു ഉറച്ച സീറ്റ് ഇല്ലാതെ പോകുന്നു. അല്ല, ഇപ്പോൾ UDF-ലേക്ക് എത്തുന്ന സംബന്ധിച്ച് ചർച്ചകളൊന്നും നടക്കുന്നില്ല. നേരത്തെ കഴിഞ്ഞ നമുക്കറിയാം നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന് മുമ്പ് തന്നെ UDF-മായി ചില ധാരണകൾ ഉണ്ടായിരുന്നു. ആ ധാരണകൾ പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഒരു കക്ഷിയുമായും അല്ലെങ്കിൽ ഒരു മുന്നണിയിലേക്ക് അല്ലെങ്കിൽ ചേരുന്നതിന് വേണ്ടി ഉള്ള ഒരു നീക്കവും ഞങ്ങൾ നടത്തുന്നില്ല. ഞങ്ങൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഞങ്ങളുടെ പാർട്ടി ഒരുങ്ങുന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതൃയോഗം ചേർന്നു. ഇപ്പോൾ ജില്ലാ നേതൃയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനുശേഷം ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനവും തുടർന്ന് ഞങ്ങൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രാദേശിക തലത്തിൽ അടവ് നയവുമായി അല്ലെങ്കിൽ ഞങ്ങളുമായി സഹകരിക്കുന്ന ആളോടൊക്കെ സഹകരിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ലീഗ് കോൺഗ്രസ് തിരുവമ്പാടി വിട്ടുകൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാതിരിക്കുന്നുണ്ടോ, ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ഒരു വിഷയമേ അല്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. ഏതായാലും നമുക്കറിയാം, കേരളത്തിലെ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് പുതിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ആ മാറ്റങ്ങൾ വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയായി കക്ഷിയായി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാവുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളൂ. അല്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് സീറ്റ് ധാരണയാണല്ലോ അടിസ്ഥാനം. ഈ സീറ്റ് ധാരണ അത് PV അൻവർ തന്നെ സമ്മതിച്ച കാര്യവുമാണ്. കാരണം ഒരു ഉറച്ച സീറ്റ് പോലും പറയാനില്ല, പിന്നെ എങ്ങനെ ഞാൻ UDF-ൽ പോകുന്ന ചോദ്യം ഉന്നയിച്ചത് അദ്ദേഹമാണ്. അങ്ങനെയെങ്കിൽ ഒരു UDF-ലേക്ക് എത്തുമ്പോൾ ഒരു സീറ്റ് ഉറപ്പുണ്ടാവേണ്ടതല്ലേ, ഒരു സീറ്റ് ധാരണ ഉണ്ടാവേണ്ടതല്ലേ? അതിൽ പ്രതീക്ഷിച്ച ഒരു മണ്ഡലം തിരുവമ്പാടി തന്നെ ആയിരുന്നില്ലേ? അല്ല, തിരുവമ്പാടി എന്നല്ലോ, എത്രയോ മണ്ഡലങ്ങളുണ്ട്. അങ്ങനെ UDF-ന് തൃണമൂൽ കോൺഗ്രസ് നൽകുകയാണ് വിജയ സാധ്യതയുള്ള നിരവധിയായ മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളെ സംബന്ധിച്ച് ആ സമയത്ത് അങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ അത് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം അന്ന് അതുമായി ബന്ധപ്പെട്ട UDF-മായി ചർച്ച നടത്തുള്ളൂ. ഞങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമില്ല, ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഏതായാലും കേരളത്തിലെ അല്ലെങ്കിൽ ശ്രീ PV അൻവർ അദ്ദേഹം ഒന്നുമല്ല അല്ലെങ്കിൽ ഒരു ഘടകമല്ല എന്ന് പറഞ്ഞ ശ്രീ PV അൻവർ ഘടകമാണ് എന്ന് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. UDF-ഉം LDF-ഉം സമ്മതിച്ചിരിക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ ഏറ്റവും ആദ്യം പ്രതികരിക്കുന്ന നേതാവ് ശ്രീ PV അൻവർ ആണെന്ന് കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വന്യജീവി ആക്രമണം അടക്കമുള്ള വിഷയങ്ങൾ, മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, അതൊക്കെ ഉയർത്തിക്കാട്ടാൻ ശ്രീ PV അൻവർ എടുത്ത അല്ലെങ്കിൽ ആ മുൻകൈ എടുത്തു എന്നുള്ളത് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം ഒഴിവാക്കപ്പെടാത്ത ഒരു ശക്തിയായി ഇന്ന് മാറിയിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ നമ്മളൊക്കെ കണ്ടിട്ടുള്ള കഴിഞ്ഞ പാർലമെന്റ് 2014 കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ 19 സീറ്റുമായി UDF അല്ലെങ്കിൽ മിന്നുന്ന വിജയം കേരളത്തിൽ നേടിയതിനു ശേഷമാണ് തൊട്ടടുത്ത് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രണ്ടാം പിണറായി സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് ഇപ്പോ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ കണ്ടത് നിലമ്പൂരിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ 65,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് 11,000-ലേക്ക് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ മാറ്റങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വരണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഏതായാലും അത്തരത്തില് ഉള്ള ഒരു കാര്യങ്ങളൊക്കെ സമയമാകുമ്പോൾ ചർച്ച ചെയ്യും. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു മുന്നണിയിലേക്കോ അല്ലെങ്കിൽ അപേക്ഷ കൊടുക്കാൻ പോകുന്നില്ല, ഒരു മുന്നണിയെയും സമീപിക്കാൻ ഞങ്ങൾ പോകുന്നില്ല. ഏതായാലും കേരളത്തിലെ ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത ഒരു ശക്തിയായി ശ്രീ PV അൻവറുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ശക്തമായ പ്രവർത്തനങ്ങളുമായി ഇപ്പോൾ മുന്നോട്ട് തന്നെ പോകും. ശരി, വളരെ നന്ദി ശ്രീ സജി മഞ്ഞക്കടമ്പിൽ.